ശശി തരൂരിൻ്റെ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോഡ്കാസ്റ്റ്, അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി എന്ന രൂപത്തിലുള്ള സംസാരം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിനകത്ത് വീണ്ടും പുകയാൻ തന്നെയാണോ ശശി തരൂരിൻ്റെ ഒരു തീരുമാനം? അതിൽ കോൺഗ്രസിനകത്ത് പുകയുകയോ ഇല്ലയോ എന്നുള്ളതല്ല ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ശശി തരൂരിൻ്റെ ഒരു കാഴ്ച എന്താണ് എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് കൗതുകമായിട്ട് തോന്നുന്നത്. ശശി തരൂർ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സെൻട്രൽ 2024 എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു, ആ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് അദ്ദേഹം 2026 കേരളത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, എവിടെയാണ് സാധ്യത എന്ന് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എക്സ്പ്ലോറേഷൻ അദ്ദേഹം വിചാരിക്കുന്നത് 2026 ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഫോർ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ, ഞാനാണ് അതിൻ്റെ ലീഡർഷിപ്പിലെങ്കിൽ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ. അതായത് കേരളത്തിൽ കോൺഗ്രസിനെ ശശി തരൂർ ലീഡ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് UDF ഇപ്പോഴത്തെ കക്ഷികളൊക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരുന്നൊരു സിനാരിയോ ഉണ്ടാവും എന്ന് ശശി തരൂർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വിചാരിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്കാണ് അദ്ദേഹം കഴിഞ്ഞ ഇൻ്റർവ്യൂ പറഞ്ഞത്. ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിലല്ല, കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം മുമ്പോട്ട് പോയിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പറഞ്ഞ കണക്കനുസരിച്ച് കേരളം മുമ്പോട്ട് പോയിട്ടുണ്ട്, കേരളത്തിൽ അതിന് പറ്റിയൊരു അന്തരീക്ഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അതായത് കേരളത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാതെ ഇനി, അതായത് മുമ്പോട്ട് എങ്ങനെയാണ് കേരളം പോകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാതെ കേരളത്തിൽ പുതിയ ജനറേഷനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്. അങ്ങനെ എന്തെങ്കിലും പറയണം എന്ന് ശശി തരൂർ വിചാരിക്കുന്നുണ്ട്. അല്ലാത്തൊരു പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ട്, അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു സജഷൻ, എന്താണ് ഞങ്ങൾ കാണുന്ന കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ കാണുന്ന പോസിറ്റീവ് സംഗതി, അത് ഞങ്ങൾ എങ്ങനെയാണ്, കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ഇത് പറയാതെ ഇനി അങ്ങോട്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ, അത് ശരിയാവും തെറ്റാവും, ശശി തരൂരിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേരളത്തിലൊരു നേതൃദാരിദ്ര്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന്. അതിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം എന്താ പറയുക, ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ കാര്യം ഞാൻ അതിനകത്ത് പറയുന്നുള്ളൂ, ഒരു കൺവെൻഷണൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് അത് VS അച്യുതാനന്ദൻ ഉണ്ടാക്കിയ പ്രതിപക്ഷമാണ്. എല്ലാത്തിനെയും എതിർക്കുന്ന, എവിടെയും കയറി ഇടപെടുന്ന, ഒരു കാര്യത്തിലും പോസിറ്റീവായ ഒന്നും കാണാത്തൊരു പ്രതിപക്ഷം എന്നുള്ളൊരു കൺസെപ്റ്റ് VS ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിനെയും തെരുവിൽ നേരിടുന്നൊരു പ്രതിപക്ഷം. അത് ആ കാലത്ത് ശരിയുമായിരുന്നു VSനെ സംബന്ധിച്ച്. പക്ഷെ കാലം മാറി. അപ്പോൾ അതേ പ്രതിപക്ഷം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് ശശി തരൂർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക്, ആ കാഴ്ചപ്പാട് വൈസ് അദ്ദേഹം ജസ്റ്റിഫൈഡാണ്. പിന്നെ ലീഡർഷിപ്പ് ക്രൈസിസ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വേറൊരു കാര്യം കൂടെ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ വീണ്ടും പിണറായി വിജയൻ നയിക്കും എന്ന് ശശി തരൂർ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ പിണറായി വിജയൻ നയിക്കുകയാണെങ്കിൽ അതിനെ എതിരിടാൻ പാകത്തിലേക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തൂക്കിനോക്കൽ ശശി തരൂർ നടക്കുന്നുണ്ട്. ആ ശശി തരൂരിൻ്റെ കാഴ്ചപ്പാടിൽ ആ തൂക്കിനോക്കലിൽ VD സതീശൻ പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും. അവിടെ ശശി തരൂരാണ് എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും ഇത് കുറേ കൂടി ഒരു ബെറ്റർ ഫൈറ്റായിരിക്കും എന്ന്. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോഴും ശശി തരൂരാണെങ്കിൽ അതൊരു ബെറ്റർ ഫൈറ്റായിരിക്കും. അതിൽ ഒരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ നേരത്തെ പറഞ്ഞ VS അച്യുതാനന്ദൻ സിൻഡ്രോം സതീശനിലുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രോബ്ലം. അത് മനസ്സിലാക്കിക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ, അതായത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലീഡർഷിപ്പിനെ മനസ്സിലാക്കിക്കുന്നതായിരിക്കും ചിലപ്പോൾ ശശി തരൂർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സ്വയം ആ നേതൃത്വത്തിലേക്ക് വരാനായിരിക്കില്ല. എന്താണെങ്കിലും ശശി തരൂർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുക, പല അഭിമുഖങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫൈറ്റ് ഉണ്ടല്ലോ, അതൊരു കൗതുകവും തുടർ രാഷ്ട്രീയ ചലനങ്ങളെ സ്വാധീനിക്കാവുന്നതുമായിട്ടുള്ളൊരു ഫൈറ്റാണ് എന്ന് വിചാരിക്കണം.